ഹലോ, ഇന്നൊരു അടിപൊളി ഫിഷ് ഫ്രൈൻ്റെ റെസിപ്പി നോക്കാം. ഞാനിവിടെ മത്തിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയുടെ നേർപകുതി ഇഞ്ചി എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പില, ഒരു അര ചെറുനാരങ്ങയുടെ നീര് അതിലോട്ട് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, എരിവുള്ള മുളക് പൊടി കേട്ടോ. അപ്പം പിന്നെ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതൊരു കളറിനും പിന്നെ ഇച്ചിരി എരിവും കുറവായിരിക്കും. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയും 1 ടീസ്പൂൺ ഉപ്പും പിന്നെ ഒരല്പം വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു മസാലയെ നമുക്ക് നന്നായിട്ട് ഫിഷിലോട്ട് തേച്ച് പിടിപ്പിക്കാം. അതിന് മുമ്പ് ഫിഷ് ഇതുപോലെ വരഞ്ഞിടാൻ മറക്കരുത്. നന്നായിട്ട് വരഞ്ഞ ഫിഷിലോട്ട് ഈ ഒരു പേസ്റ്റ് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. പിന്നെ ഈ ഒരു രീതിക്ക് ഫിഷ് ഫ്രൈ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു മെത്തേഡ് തന്നെയാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്, ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ മത്തിയൊക്കെ ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ മത്തി തന്നെ ഇതുപോലെ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ഒരിക്കലും ഇഷ്ടപ്പെടാതിരിക്കില്ല. പിന്നെ ബാക്കിയുള്ള ഈ ഒരു മസാല കൂടെ ഇതിൻ്റെ സൈഡിലോട്ട് വെച്ച് കൊടുക്കുക, അല്ലാതെ അത് ഒഴിവാക്കരുത്. നമുക്കിത് ആവശ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ മസാല തേച്ചെടുത്ത ഈ ഒരു ഫിഷ് ഉണ്ടല്ലോ, അതൊരു 30 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഞാനത് എടുത്തൊന്ന് ഫ്രൈ ചെയ്യുവാണ്. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫിഷ് ഓരോന്നായിട്ട് ഇട്ടിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. 3 മുതൽ 5 മിനിറ്റ് വരെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഒരു ഭാഗം കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് അതിനെ തിരിച്ചിട്ടിട്ട് ഒരു 3 മിനിറ്റ് നേരം വീണ്ടും കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഫിഷ് റെഡി ആയി കിട്ടും. എന്നിട്ട് ഇതിനെല്ലാം കൂടെ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ ബാക്കി ആ ഒരു ബാലൻസ് ആയിട്ട് വന്നിട്ടുള്ള മസാല ഉണ്ടല്ലോ, അത് ഈ ഒരു ഓയിലിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിൻ്റെ ഒരു റോസ്മെല്ലൊക്കെ ഒന്ന് പോയി എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. കണ്ടിന്യൂസ് ആയി ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിമിൻ്റെ കാര്യമാണ്. ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് വേണം ഇതുപോലെ മസാല വഴറ്റി കൊടുക്കാൻ. ഇപ്പോൾ ഈ മസാല നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്, നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫിഷിനെ ഓരോന്നായിട്ട് വീണ്ടും ഈ ഒരു മസാലയിൽ ഡിപ്പ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്നിട്ട് തിരിച്ചു മറിച്ച് ഇട്ടിട്ടൊരു 1-2 മിനിറ്റ് നേരം കുക്ക് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. കൂടെ അല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ അടിപൊളി ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ബൈ.